ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ചൊന്ന് റെഡിയായിട്ട് മോൻ്റെ സ്കൂളിൽ പോകാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ മോൻ 10th പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ മാസവും മന്ത്ലി എക്സാം ഉണ്ടാവും. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് പറയാനായിട്ട് നമ്മളോട് ചെല്ലാൻ പറയും. അപ്പോൾ അത് ഇന്ന് അങ്ങനെ ചെല്ലേണ്ട ദിവസമാണ്. അപ്പോൾ അവനും ഞാനും കൂടി ഒരുമിച്ചാട്ടോ പോണേ. അപ്പോൾ മീറ്റിംഗ് പറഞ്ഞേക്കുന്നത് ഏകദേശം 8:30 മണിക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം 7:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ ട്യൂഷന് പോയേക്കാണ്. അവൻ വന്നിട്ട് വേണം ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോകാനായിട്ട്. അപ്പോൾ അവൻ വരാറാകുമ്പോഴേക്കും ഞാൻ അവനുള്ള ചോറൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ അവൻ്റെ ഷർട്ടും തേച്ചിട്ടില്ല എന്ന് ഇപ്പോഴായിട്ട് ഓർക്കണേ. അപ്പോൾ അവൻ വരുമ്പോഴേക്കും എൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കാമല്ലോ എന്ന് കരുതി. പിന്നെ തിരക്ക് പിടിക്കണ്ടല്ലോ. എന്തായാലും അവൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്തായാലും ചോറ് കട്ടേണ്ട കൊടുക്കുക, അല്ലെങ്കിൽ ചോറ് കട്ടേണ്ട ടവലെടുത്ത് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. അപ്പം എൻ്റെ കാര്യങ്ങൾ അത്രയും തീർക്കാമല്ലോ എന്ന് കരുതിയാണ്. അപ്പോൾ അവൻ്റെ ഷർട്ടൊക്കെ തേക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ വന്നപ്പോൾ അവൻ ചായ കുടിക്കാതിരിപ്പുണ്ട്. അപ്പോൾ പുട്ടും കടലയും പുള്ളിക്ക് വലിയ പിടുത്തമൊന്നുമില്ല, എന്നാലും ഒന്നും പറഞ്ഞൊന്നുമില്ല, അത് കഴിച്ചോട്ടോ. പിന്നെ ഞങ്ങൾ റെഡിയായിട്ട് അപ്പോൾ മോള് ഞങ്ങളുടെ ഒപ്പം തന്നെ വന്നത്. അപ്പോൾ അവളെ കപ്പളേക്ക് ഇറക്കാൻ വന്നിട്ട് അവളവിടെ ഇറക്കി വിട്ട് ഞാൻ നേരെ സ്കൂളിലേക്ക് പോയി. ഇത് പിന്നെ മീറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളുണ്ടോ. ഞാൻ വീട്ടിൽ വന്നു. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടലക്കറി ഇരിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കാൻ പോയില്ല കേട്ടോ. അത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. സമയം ഏകദേശം ഒരു 10:30 കഴിഞ്ഞിട്ട് കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. തൊണ്ടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി ചുക്കും വെള്ളം തിളപ്പിച്ച് അതും ആ പുട്ടും കടലക്കറിയും കൂടി ഞാൻ എടുത്ത് കഴിച്ചു കേട്ടോ. കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചിട്ട് രാവിലെ തന്നെ ജാതിക്കായൊന്നും പറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ ഒന്ന് പറക്കിയെടുക്കുകയാണ്. ജാതിക്കായുടെ സീസൺ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയെന്ന്. കായൊക്കെ കുറവാണ്. പിന്നെ കിട്ടിയ കായും ഫ്ലവറൊക്കെ ഒന്ന് വേറെ തിരിച്ചെടുത്തിട്ട് ഞാൻ വേഗം ഒന്ന് പോകാനായിട്ട് കേട്ടോ. ഇന്ന് അടുക്കളയിലേക്ക് വന്നപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ കരുതി അടുക്കള മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാമെന്ന്. ഇന്ന് മക്കളും ഇല്ലല്ലോ. ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. ഇനി മീൻ കറി വെച്ചാൽ ഇത് വൈകുന്നേരം വയ്ക്കാമല്ലോ എന്ന് കരുതി. ഉച്ചയ്ക്ക് ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കഴിക്കാനും ചാൻസ് കുറവാണ്, കാരണം ഞാൻ ഈ സമയത്തല്ലേ പുട്ടും കടലക്കറിയും കൂടി കഴിച്ചത്. അപ്പോൾ ഞാൻ ഇനി ചോറിനാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ കരുതി എന്തായാലും അടുക്കളയൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതി. അടുക്കള എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ അടുക്കള കേട്ടോ. അപ്പോൾ ഞാൻ കരുതി രണ്ടായിട്ട് ചെയ്യാം. ഒരു സൈഡ് ആദ്യം ചെയ്യാം, പിന്നെ സിങ്കിൻ്റെ ഇപ്പുറത്തേക്കുള്ളത് ആദ്യം ചെയ്യാം, സിങ്കിൻ്റെ അപ്പുറത്തേക്കുള്ളത് രണ്ടാമത് ചെയ്യാം. അങ്ങനെ കേട്ടോ ഞാൻ കരുതിയത്. ഞാൻ മുകളിലൊന്ന് ജസ്റ്റ് തൂത്തെടുക്കുകയാണ്. കാരണം മിക്കവാറും രാവിലെ വരുമ്പോൾ ആ സൈഡിൽ ഞാൻ മിക്കവാറും മുളകും മല്ലിപ്പൊടി അങ്ങനെ അതിൻ്റെ ഒരു തൊട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ മിക്കവാറും സിമൻറ്റ് കട്ട കിടക്കും. അപ്പോൾ മുകളിൽ വീഴുണ്ട്, പക്ഷേ ഇത് ഇത്രയും ഉണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടായില്ല. ഞാൻ ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് തൂത്തപ്പോഴാണ് നിറച്ച് സിമൻറ്റ് കട്ട അവിടെ അങ്ങനെ പൊടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തൂത്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ കമ്പിയഴി ഇച്ചിരി വലിപ്പം എന്താ പറയുക, വലിയ കമ്പിയഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ 4:30-5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ലൈറ്റ് ഇടുമ്പോൾ കുരു എന്നുള്ള പ്രാണികളൊക്കെ നമ്മുടെ അകത്തേക്ക് വരും കേട്ടോ. നമ്മൾ ഈ അകത്തെ ലൈറ്റ് വല്ല ഇടുന്നത്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ചുറ്റുമായിട്ട് ഈ പ്രാണികൾ കിടന്ന് കറങ്ങിക്കൊണ്ട് കിടക്കും. അപ്പോൾ എന്തായാലും 2 ആഴ്ചകൾ മുടക്കി നമ്മളിങ്ങനെ ഒന്ന് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് മാറാമ്പിലേയും പിടിക്കും കേട്ടോ. പിന്നെ ആ ഒരു സൈഡിൽ നിന്ന് മാറ്റാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ ചൂലെടുത്തൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ചൂലെടുക്കുമ്പോൾ ആൻറ്റി എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നതാണ്, ചൂല് അടിയിൽ അടിക്കണ പോലെ തന്നെ മുകളിലേക്കും ചൂല് പോകണമെന്ന് പറയും. പക്ഷേ ഞാനിപ്പോൾ എപ്പോഴും ഒന്നും അങ്ങനെ പറ്റാറൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ മാക്സിമം അത് അങ്ങനെ നോക്കാറുണ്ട് ഞാനത്. ഗ്രില്ലിൻ്റെ താഴെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ലീനിങ് എളുപ്പമാണ് കേട്ടോ. അതേപോലെ എല്ലാ മുറിയിലും ജനലിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ടൈൽ ഒട്ടിച്ച് വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീനിങ് എളുപ്പമാണ്. ഇപ്പോൾ പിള്ളേർ ഒരു ചായ കുടിച്ച ഗ്ലാസ് വെച്ചാലോ അങ്ങനെ അഴുക്ക് പിടിച്ച് അവിടെ ഇരിക്കില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ആക്കുന്നത് ടൈലിൻ്റെ മുകളിലായിട്ട് ചെറിയ അര ഉണ്ടല്ലോ, ആ അരത്തുമ്മയൊക്കെ എന്തെങ്കിലും അഴുക്ക് പിടിച്ചൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അതൊക്കെ ഒന്ന് തൂത്തെടുക്കും. അല്ലാത്ത ദിവസമൊക്കെ ജസ്റ്റ് ആ ടൈലിൻ്റെ മീതൊക്കെ ജസ്റ്റ് ഒരു തുണി വെച്ചൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സമയമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മെനയൊക്കെ ഉള്ളൂ എന്ന് കരുതിയാണ് ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ മതിലുമ ഇടയ്ക്ക് പല്ലിക്കാടാണ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ചെറുതായിട്ട് അവിടെ ഇങ്ങനെ കറുത്ത പാട് കാണും. ഞാൻ അതൊരു ബ്രഷ് വെച്ച് ബ്രഷിൽ ലിക്വിഡ് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ അടുക്കളയിൽ മൊത്തം വെള്ളം ഒഴിച്ചിട്ട് മറ്റേ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് എന്ന് പറഞ്ഞില്ലേ, അത് വെച്ച് ശരിക്കും ഒന്ന് അടുക്കള ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ കഴിയുമ്പോഴേക്കും അടുക്കള മൊത്തത്തിലൊരു കുളമാവും, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് ചെയ്യണ സമയത്ത് ഇതിങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം. മറ്റേപ്പാട് വെറുതെ തൂത്തെടുക്കണേക്കായും എനിക്ക് വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ അതിനൊരു പ്രത്യേക ഗ്ലേസിങ് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ സമയമുള്ളപ്പോൾ ഈ വക പണിക്കൊക്കെ നിൽക്കാറുള്ളൂ കേട്ടോ. ജോലിക്ക് പോകണ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അതിനൊന്നും നിൽക്കാറില്ല, ജസ്റ്റ് തൂത്തെടുക്കും. ഈ പരിപാടിയൊക്കെ ശരിക്കും നടക്കുന്നത് നമ്മുടെ ക്രിസ്മസിന് മുമ്പ്, ഈസ്റ്ററിന് മുമ്പ്, ഓണത്തിന് മുമ്പ്, അങ്ങനെയുള്ള സമയത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലിരിക്കും. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി ചെയ്യാറ്. ഇന്നിപ്പോൾ എന്തോ മക്കളുടെ സ്കൂളിൽ പോകണ്ടാവുന്ന പറഞ്ഞാൽ സമയമുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ എന്തായാലും അടുക്കളയിൽ എന്തായാലും ഒന്ന് ക്ലീൻ ആക്കാമെന്ന് കരുതി ഇറങ്ങിയത്. ഇപ്പം ഞാൻ ഈ തുടക്കിനോടത്ത് പറഞ്ഞാൽ മക്കൾ കറി എടുക്കുമ്പോൾ അതിൻ്റെ ചെറിയ ചാറ് തെറിക്കോ, അതല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ ഭക്ഷണം ഗ്യാസിൻ്റെ മുകളിലൊക്കെ ആകുമ്പോൾ എങ്ങനെ വന്നാലും മീൻ വറക്കുമ്പോഴേക്ക് അതിൻ്റെ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സോപ്പിട്ട് കഴുകുമ്പോൾ എനിക്കത് ഒന്നും കൂടി മെനയാവണ മാതിരി എനിക്ക് തോന്നാറുണ്ട്. തുടച്ചെടുക്കുമ്പോൾ എനിക്ക് അത്രയും ക്ലീൻ ആവണ മാതിരി എനിക്ക് ഫീൽ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയ ശേഷം ഞാൻ വൈപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് തൂത്തെടുക്കാനുണ്ടോ. അതേപോലെ തന്നെ താഴെ ഞാൻ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വൈപ്പർ വെച്ച് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ സോപ്പും വെള്ളത്തെപ്പാട് തന്നെയുണ്ടോ വൈപ്പർ ഇട്ട് ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നത്. അതിന് ശേഷം നല്ല വെള്ളം ഉപയോഗിച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കും. നല്ലൊരു പണിയുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് സമയമുള്ളൂ എന്ന് തോന്നും, പരിപാടി ഉള്ളൂ എന്ന് ഓർക്കും. പക്ഷേ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും ഒരു 2-3 മണിക്കൂറത്തെ പരിപാടി അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ചെയ്യുന്ന ദിവസം ഞാൻ വേറെ പണിക്കൊന്നും പോകാറില്ല. അപ്പോൾ ഈ അടുക്കളയിൽ ഈ പരിപാടി തന്നെ അടുക്കള തന്നെ മെനയാക്കാൻ നിൽക്കത്തുള്ളൂ. കാരണം എല്ലാം കൂടി ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ പറ്റാണ്ടാവും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണമല്ലോ. ഭക്ഷണം പാകം ചെയ്യണം, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ തന്നെ വേണം. അടുക്കളയിൽ നനവുണ്ടെങ്കിലുണ്ട് ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നത്. അപ്പം ഞാനത് തുടച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് ഈ റീയൂസ്ഡ് ടിഷ്യൂ ഉണ്ടല്ലോ അത് വെച്ചൊന്ന് ക്ലീൻ ആക്കിയിടും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നമ്മുടെ ഏതെങ്കിലും പഴയ തുണി ഉണ്ടല്ലോ ക്ലോത്ത്, അപ്പോൾ അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിടും കേട്ടോ. അത് തുടച്ച് കിടക്കണ ഉണങ്ങി കിടക്കണ കാണുമ്പോൾ തന്നെ അത് പ്രത്യേക ഭംഗിയാണ് നമ്മുടെ അടുക്കള കാണാനായിട്ട്. ഇപ്പം മക്കളുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല കേട്ടോ. ഞാനീ തുടച്ച് പോകുന്നതിൻ്റെ പുറകെ തന്നെ അവരെന്തെങ്കിലും എടുക്കും, അല്ലെങ്കിൽ പാത്രം കഴുകി എന്തെങ്കിലും ചെയ്യും, പിന്നെ അവിടെ വെള്ളം നിറയ്ക്കും. അങ്ങനെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ മക്കളില്ലാത്ത കാരണം ഇന്നൊരു ദിവസമെങ്കിലും എൻ്റെ അടുക്കള പെരക്കി എനിക്ക് കാണാൻ പറ്റും കേട്ടോ. അടുക്കളയിൽ നിന്ന് പിന്നെ സാധനങ്ങൾ മാറ്റാനായിട്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങളൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഉപയോഗിക്കുന്ന കുറച്ചേ പാത്രങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ അടുക്കളയിൽ വെച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ വരെ വളരെ കുറവാണ്. ഞങ്ങളിവിടെ 3 പേരുള്ളൂ. ആ 3 പ്ലേറ്റ് എങ്ങനെ 3-4 പ്ലേറ്റാണ് ഞാനവിടെ വെച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ബാക്കിയെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റും. കാരണം മക്കൾ വന്നു കഴിഞ്ഞാൽ മോൻ വന്നു കഴിഞ്ഞാൽ അവൻ കഴിച്ച പാത്രം കഴുകി വയ്ക്കണം. അവന് ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല. അവനൊരു പ്രാവശ്യം അവനിങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലല്ല. കുറച്ച് കഴിക്കും, പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുറച്ച് കഴിക്കും, അങ്ങനെയാണ്. അപ്പോൾ അവനെ കഴിക്കുന്ന പാത്രമൊക്കെ സിങ്കിലിട്ടേക്കും. ഇതിപ്പോൾ അവിടെ അവൻ നോക്കുമ്പോൾ ഒരു പാത്രം ഉള്ളൂ എന്ന് കാണുമ്പോൾ അവനത് ഓട്ടോമാറ്റിക്കായിട്ട് അവനത് കഴുകി ആ പാത്രത്തിൽ തന്നെ അടുത്ത പ്രാവശ്യം ഭക്ഷണം കഴിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് അങ്ങനെ പാത്രം കഴുകി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് കുറവായിരിക്കും. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ അവിടുത്തെ ആ വെളിച്ചെണ്ണ സാധനങ്ങളൊക്കെ വെക്കേണ്ടത് അതൊക്കെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാൽ കേട്ടോ. അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ മേടിച്ചിട്ടില്ല, വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ തുടച്ച് അതേപോലെ തന്നെ എടുത്ത് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിത്തൊട്ടി ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ ആ ഉള്ളിത്തൊട്ടിയിൽ തന്നെ ഉണ്ടാവും ഞാൻ രണ്ടാക്കി വെച്ചിട്ട് ഒരെണ്ണത്തിൽ സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കും, ഒരെണ്ണത്തിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊക്കെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ തൊട്ടിയിലും ഇച്ചിരി എണ്ണമയമായി എനിക്ക് തോന്നി. അപ്പോൾ അത് ഞാനൊന്ന് ഒന്ന് സോപ്പൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്ത് ഒന്ന് തുടച്ചിട്ട് ഞാൻ പിന്നെ സാധനങ്ങളൊക്കെ അവിടെ കയറ്റി വെക്കാം കേട്ടോ. അതിനകത്തേക്ക് ഇതിനൊന്നും ഞാൻ സെപ്പറേറ്റ് ലിക്വിഡോ ഒന്നും ഉപയോഗിക്കണില്ല. നമ്മളാ പാത്രം കഴുകണ ലിക്വിഡ് ഉണ്ടല്ലോ അത് മാത്രം ഞാൻ ഇതിനൊക്കെ ഉപയോഗിക്കണുള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ ശരിക്കും വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പോൾ ഈ മഴയത്ത് വെയിലൊന്നുമില്ല. അപ്പോൾ ഞാനതൊക്കെ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് തുണി വെച്ച് തന്നെ തുടച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ തട്ടിൽ ഞാൻ എപ്പോഴും ആവശ്യം വരുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ. താഴെ കാപ്പിപ്പൊടി, കാപ്പിയൊക്കെ ഞാൻ മാത്രമേ കുടിക്കുള്ളൂ, മക്കളൊന്നും കുടിക്കുന്നില്ല. അപ്പോൾ ജീരകം അങ്ങനെ പെട്ടെന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിരിക്കും താഴത്തെ തട്ടിൽ വെച്ചേക്കണം കേട്ടോ. പിന്നെ അതേ ഒരു സൈഡിൽ ഏകദേശം നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴെയൊക്കെ നിറച്ച് വെള്ളം തളം കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നാണ്ട് വേണം ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കാൻ. അപ്പോൾ ഞാൻ അടുക്കളയിൽ മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും കൂടി മൊത്തത്തിൽ ആപ്പാടെ ഇത്രയും പാത്രങ്ങളായിട്ട് നമ്മുടെ അടുക്കളയിലുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഒന്ന് പുറത്തേക്ക് വെക്കാം കേട്ടോ. മക്കളുണ്ടെങ്കിൽ ഞാൻ മക്കളെയും കൂടി കൂട്ടിട്ട് പരിപാടിക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കാറില്ല. പിന്നെ മക്കൾ കണ്ടറിഞ്ഞ് വന്നോളൂ കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് കാണുമ്പോൾ അവരും ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നോളും. പിന്നെ ഞാൻ അവിടെ ചെയ്ത സെയിം പരിപാടി തന്നെയാണ് കേട്ടോ ഇപ്പുറം ചെയ്യണത്. മുകളിൽ കയറി അടിച്ചു വാരി മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. ആ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ സിമെൻറ്റ് കട്ട. ഇപ്പുറത്തേക്കൊന്നും അങ്ങനെ സിമെൻറ്റ് കട്ടയൊന്നുമില്ല. ആ ലൈറ്റിൻ്റെ അവിടെയൊക്കെ ചെറിയ മാറാമ്പലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ഒന്ന് തൂത്തെടുക്കുന്നുണ്ട്. ആ ഫാനൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെയും ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത ഡോട്ടുമാതിരി കണ്ടു. അപ്പോൾ അത് പല്ലിക്കാട്ടണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ പഴയ വീട്ടിലൊന്നും അങ്ങനത്തെ പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെയാണ് ഇടയ്ക്ക് മതിലുമേ അവിടെ ചെറിയ സൈഡിൽ അടുക്കളയിൽ മാത്രമേ ഉള്ളൂ, മുറികളിലേക്കൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ സിങ്കും ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഇനി സെപ്പറേറ്റ് അതിന് വേണ്ടി ഒരു സമയം കളയണ്ടല്ലോ എന്ന് കരുതി അതും ഒരുമിച്ച് തന്നെ ക്ലീൻ ആക്കാണ്. പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് സോപ്പിട്ട് ക്ലീൻ ആക്കിയിട്ട് അതേപോലെ തന്നെ വൈപ്പർ വെച്ച് ക്ലീൻ ആക്കി പിന്നെ ടിഷ്യൂ വെച്ചൊന്ന് തൂത്തിട്ട് പിന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കും, ഉണങ്ങി തുണി വെച്ചൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ താഴെയൊക്കെ വെള്ളമായതുകൊണ്ട് നമുക്ക് ചൂലെടുത്ത് അടിക്കുന്ന പരിപാടി നടക്കുമല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ വൈപ്പർ വെച്ചൊന്ന് തൂത്തെടുക്കാണ്ട് ആദ്യമായിട്ട് കുറച്ച് സിമെൻറ്റിൻ്റെ കട്ട കിടപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ താഴെ കിടപ്പുണ്ട്. അപ്പോൾ ചൂലും കൊണ്ട് അടിക്കാൻ പറ്റില്ല വെള്ളം കിടക്കണമായിട്ട്. അപ്പോൾ ഞാൻ ആ വൈപ്പർ വെച്ചൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ആദ്യം. അപ്പോൾ കിടക്കണ കുറച്ച് സോപ്പും വെള്ളവും സിമെൻറ്റിൻ്റെ കഷ്ണം എല്ലാം കൂടി പുറത്തേക്ക് കളയാലോ. അത് കഴിഞ്ഞാൽ ഇത്തിരി നല്ല വെള്ളം വന്നിട്ട് മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് കഴുകാം കേട്ടോ. ഇതിപ്പോൾ എൻ്റെ അടുക്കള ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റണത്. ഇങ്ങനെ എന്താ പറയുക, പുറത്തേക്ക് നേരെ പുറത്തേക്ക് തന്നെ വെള്ളം പൊക്കോളും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ പഴയ വീട്ടിൽ വെച്ച് എനിക്കിത് ചെയ്യാൻ പറ്റും. ഞങ്ങൾ 2ാം നിലയിലായിരുന്നു. അവിടെ പഴയെന്ന് പറഞ്ഞാൽ
അടുക്കളയിൽ വേസ്റ്റ് കളയാൻ പോലും സൗകര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു അടുക്കളയായിരുന്നു. ഇപ്പോൾ ഇതിപ്പോൾ ഇത്ര വിശാലമായതും പിന്നെ നമുക്ക് വീടിനോട് ചേർന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആണ് ഈ അടുക്കള എടുത്തേക്കണത്. അപ്പോൾ വേറെ ബുദ്ധിമുട്ട് വെള്ളം ഒഴിച്ച് കഴുകണതുകൊണ്ട് നമുക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് എനിക്ക് കഴുകാൻ പറ്റുന്നത് കേട്ടോ. അതിൻ്റെ അവിടെ പടിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് അവിടെ ഗ്രില്ലാണ് വെച്ചേക്കുന്നത്. എനിക്ക് അതുകൊണ്ട് വാതിൽ ഗ്രില്ലായതുകൊണ്ട് തന്നെ നേരെ താഴത്തേക്ക് വെള്ളം പൊക്കോളും. അതുകൊണ്ടൊക്കെയാണ് എനിക്കിങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ അടുക്കള ഇടയ്ക്ക് സമയമില്ലാത്തപ്പോൾ തുടച്ചെടുക്കും. പക്ഷേ എനിക്ക് തുടച്ചെടുക്കണേക്കാളും എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകണം കേട്ടോ. അപ്പോൾ ഞാനത് അതിനുവേണ്ടി എല്ലാ സൈഡിലേക്കും പൊടി ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്തോളും. ഇവിടെ പുള്ളേരി ആയതുകൊണ്ട് നമുക്ക് അത്രയും പൊടി ശല്യമൊന്നുമില്ല. എന്നാൽ പല്ലിക്കാട്ടൊക്കെ എവിടെയെങ്കിലും കിടപ്പണമെങ്കിൽ ഒരുപാട് വെള്ളം ചെല്ലുമ്പോൾ അതിനകത്ത് ഇങ്ങനെ നനവ് ചെന്ന് കഴിയുമ്പോൾ അത് കുതിർന്ന് ഇങ്ങോട്ട് പൊക്കോളുമല്ലോ. അപ്പം ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം വൈപ്പ് ചെയ്തെടുക്കുമ്പോഴേക്കും ഒരു നല്ല രീതിക്ക് തന്നെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത് വൈപ്പ് ചെയ്യുമ്പോൾ വലിയ കാര്യമായ വെള്ളമൊന്നുമില്ല. എൻ്റെ പിന്നെ അടുക്കള സ്ലോപ്പായിട്ട് ചെയ്തേക്കണത്, വെള്ളം പോകാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ചാലും അങ്ങനെ കെട്ടിക്കിടക്കും എന്നുള്ള പേടി വേണ്ട കേട്ടോ. താഴത്തേക്ക് ഇപ്പോൾ തന്നെ ഒഴുകിയാണ് പൊക്കോളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇത്ര കഴിഞ്ഞാൽ അടുക്കളയിൽ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാ ക്ലീനിങ് കഴിയുമ്പോൾ നമ്മുടെ അടുക്കള അത്രയും വിശാലമായ അടുക്കളയാണ്. എനിക്കിഷ്ടമുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നാലും ആരെങ്കിലുമൊക്കെ വന്നാലും ഇപ്പോൾ നമുക്ക് അടുക്കളയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സ്ഥലമുള്ളത് എനിക്കിഷ്ടമാണ്. എല്ലാവരും പറയും ചെറിയ അടുക്കള നല്ലത്. പക്ഷേ എനിക്കെന്തോ 3-4 പേര് വന്നാലും അടുക്കളയിൽ പെരുമാറാലോ എന്ന് കരുതുന്നു. എൻ്റെ പഴയ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര കുടുസായിരുന്നു അടുക്കള. ഒരാൾക്ക് നിന്ന് പെരുമാറാവുന്ന സ്ഥലമേ ഉള്ളൂ. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കയറ്റിയപ്പോൾ അടുക്കള എങ്ങനെയാണ് ഇരിക്കുന്നത്. സാധനങ്ങൾ പുറത്ത് വയ്ക്കണേക്കാളും എനിക്ക് അകത്തേക്ക് വയ്ക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി സമയം തോന്നുന്നത്. എല്ലാം അതാത് വയ്ക്കേണ്ട സ്ഥലത്ത് ഇളക്കി പറക്കി വയ്ക്കാമെന്നുള്ളത്. അപ്പം എല്ലാം കഴിഞ്ഞപ്പോൾ അടുക്കള ഏകദേശമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അതെങ്ങനെ തോന്നണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എന്തായാലും എൻ്റെ അടുക്കള ക്ലീൻ ആയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ അതുവരെ ബൈ.